നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നു. ചാപ്റ്റർ 5 ലോസ് ഓഫ് മോഷൻ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 1, 2, 3. ചാപ്റ്റർ 1 എന്തായിരുന്നു? ഫിസിക്സിന്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, ഫിസിക്കൽ വേൾഡ്. ചാപ്റ്റർ 2 മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ചാപ്റ്റർ 3 മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പോ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനും മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററും നമ്മളോട് പറഞ്ഞു തന്നെ എന്തായിരുന്നു? മോഷനെ കുറിച്ചാണ്, മോഷന്റെ ഫണ്ടമെന്റൽ ആസ്പെക്റ്റുകളെ കുറിച്ചാണ്. അവിടെ നമ്മൾ മോഷന്റെ കാരണം എന്താണ് എന്ന് പരിശോധിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, എന്താണ് മോഷൻ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്തിരുന്നില്ല? പഠിച്ചു തുടങ്ങിയിരുന്നില്ല. മോഷന്റെ കാരണം എന്താണെന്ന് നോക്കൂ. മെക്കാനിക്സിന്റെ തുടക്ക പോർഷൻസ് ആയിരുന്നു ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം. എന്താണ് മെക്കാനിക്സ്? അത് നമ്മൾ പറഞ്ഞതാണ്. എന്താണ് മെക്കാനിക്സ്? മെക്കാനിക്സ് എന്നാൽ മോഷന്റെയും റെസ്റ്റിന്റെയും ഫിസിക്സ് ആണ്. സിംപ്ലി പറഞ്ഞാൽ the physics of the state of rest as well as the state of motion is known as mechanics. മെക്കാനിക്സിനെ രണ്ട് രീതിയിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ്റ്റാറ്റിക്സ് എന്നും ഡൈനാമിക്സ് എന്നും. സ്റ്റാറ്റിക്സ് എന്നും ഡൈനാമിക്സ് എന്നും. സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ നോട്ട്സ് ഒന്നെടുത്ത് നോക്കിയാൽ മതി. സ്റ്റാറ്റിക്സും ഡൈനാമിക്സും. ഓക്കെ, സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിന്റെ സ്റ്റഡിയാണ്. സ്റ്റഡി ഓഫ് റെസ്റ്റ്, അതാണ് സ്റ്റാറ്റിക്സ്. അപ്പൊ എന്താണ് ഡൈനാമിക്സ്? സ്റ്റഡി ഓഫ് മോഷൻ, അതാണ് ഡൈനാമിക്സ്. ഈ ഡൈനാമിക്സിനെ പിന്നെയും നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. എന്താണ്? കൈനമാറ്റിക്സ് എന്നും ഡൈനാമിക്സ് എന്നും. കൈനമാറ്റിക്സും ഡൈനാമിക്സും. ഓക്കെ, ഇത് ജനറൽ ആണ്, ഇത് ഡൈനാമിക്സ് മറ്റൊരു പേരാണ്. അപ്പൊ നോക്കൂ, കൈനമാറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് മോഷൻ ആണ്. ഇതെന്ന് പറഞ്ഞ സ്റ്റഡി ഓഫ് മോഷൻ ആണ്. അപ്പൊ ഇത് രണ്ടും സ്റ്റഡി ഓഫ് മോഷൻ ആണ്. അപ്പൊ കൈനമാറ്റിക്സും ഡൈനാമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കൈനമാറ്റിക്സ് എന്നാൽ മോഷനെ കുറിച്ച് പഠിക്കുന്നു, എന്നാൽ മോഷന്റെ കാരണം എന്താണോ അതിനെ കുറിച്ച് പഠിക്കുന്നില്ല. അതാണ് കൈനമാറ്റിക്സ്. എന്നാൽ ഡൈനാമിക്സ് എന്താണ്? സ്റ്റഡി ഓഫ് മോഷൻ തന്നെയാണ്, പക്ഷേ മോഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താണോ അതും കൂടി ചേർത്താണ് ഡൈനാമിക്സിൽ പഠിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, മോഷൻ ഉണ്ടാകാൻ കാരണം ഫോഴ്സ് ആണ്. പണ്ടേ കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ എന്താണ് മോഷൻ ഉണ്ടാകാനുള്ള കാരണം, അതിന്റെ വ്യത്യസ്ത ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? ചാപ്റ്റർ 5 പഠിക്കുന്നത്. ഓക്കെ, മോഷൻ, ലോസ് ഓഫ് മോഷൻ ആണ്, ചലന നിയമങ്ങളാണ്. ചലനത്തെ സംബന്ധിക്കുന്ന നിയമങ്ങളും മറ്റ് കാര്യങ്ങളുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വായിക്കുക. എന്താണ് സ്റ്റാറ്റിക്സ്, എന്താണ് ഡൈനാമിക്സ്, എന്താണ് കൈനമാറ്റിക്സും ഡൈനാമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വായിക്കുക. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ ഞാൻ പറഞ്ഞതാണ്, കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നമ്മൾ പഠിച്ചത് മോഷൻ ഒരു പാർട്ടിക്കിളിന്റെ സ്പേസിലെ അല്ലെങ്കിൽ ഒരു ലൈനിലെയോ അല്ലെങ്കിൽ ഒരു പ്ലെയിനിലെയോ അല്ലെങ്കിൽ സ്പേസിലെയോ മോഷനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയാണ് പഠിച്ചത്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറെ നിഗമനങ്ങളിലേക്ക് എത്തുന്നു. മോഷൻ എന്താണ് എന്ന് മാത്രമേ നമ്മൾ ആ രണ്ട് ചാപ്റ്ററുകളിലായി പഠിച്ചുള്ളൂ. മോഷൻ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കിയില്ല, മോഷന്റെ കാരണം എന്താണ് എന്ന് നോക്കിയില്ല. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്തതാണ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്നുള്ള ആ ടോപ്പിക്കിൽ നമുക്കൊരു കൺസെപ്റ്റ് വന്നു. എന്താണ്? വെലോസിറ്റി എന്ന് വെച്ചാൽ യൂണിഫോം മോഷൻ എന്ന കാര്യത്തിനെ എന്താണ് സിഗ്നിഫൈ ചെയ്യാൻ നമുക്ക് വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റ് മാത്രം മതി. എന്താണ് യൂണിഫോം മോഷൻ? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഓക്കെ, അവിടെയാണ് വെലോസിറ്റി എന്ന കൺസെപ്റ്റ് വരുന്നത്. എന്നാൽ നോൺ യൂണിഫോം മോഷൻ ആണെങ്കിലോ ആക്സിലറേഷൻ എന്ന കൺസെപ്റ്റ് കൂടി വരുന്നുണ്ട്. ആക്സിലറേഷൻ, അതൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് എടുത്ത് നോക്കാവുന്നതാണ്. എന്നാൽ ഇതുവരെ നമ്മൾ നോക്കാത്തതാണ് മോഷൻ ഓഫ് ബോഡീസ്. വസ്തുക്കളുടെ ചലനത്തിന് കാരണം എന്താണ്, അതിനെ ഭരിക്കുന്ന നിയമങ്ങൾ എന്താണ്, അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊന്നും നോക്കിയിട്ടില്ല. നമ്മൾ അവിടെ വസ്തുക്കളെ
ചലിക്കുന്നു, അവയുടെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് മുതലായ കാര്യങ്ങളാണ് പഠിച്ചത്. എന്നാൽ അവയുടെ കാരണം എന്താണ്, വസ്തുക്കൾ ചലിക്കുന്നതിന് കാരണം എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചിരുന്നില്ല. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, ഡീറ്റെയിൽഡ് ആയി നോക്കുന്നത്. ലോസ് ഓഫ് മോഷൻ ആണ് നമ്മുടെ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. ഇത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതുക. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻട്രൊഡക്ഷന് വേണ്ടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. വളരെ സിമ്പിളായി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോർ നോക്കൂ, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഇതിന് ബേസ് ചെയ്താണ് നമ്മളും സംസാരിക്കുന്നത് കേട്ടോ, ഇൻട്രൊഡക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. വാട്ട് ഗവേൺസ് ദ മോഷൻ ഓഫ് ബോഡീസ്, വസ്തുക്കളുടെ ചലനത്തിന് കാരണം എന്താണ്, അതിനെ ഭരിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഒരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറയുന്ന എക്സാമ്പിളുകൾ. പുറത്തുനിന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമുക്കൊരു ഫുട്ബോൾ ഉണ്ട്. ഫുട്ബോൾ അതിങ്ങനെ റെസ്റ്റിലാണ് ഇരിക്കുന്നത്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് റെസ്റ്റ് എന്നൊരു കാര്യമില്ലല്ലോ ഈ പിന്നെ പ്രപഞ്ചത്തിൽ. ഈ ഫുട്ബോൾ ഭൂമിക്കൊപ്പം ചലിക്കുകയാണ്, എന്നാൽ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഇത് റെസ്റ്റിലാണ്. അപ്പോൾ റെസ്റ്റിലായ ഒരു ഫുട്ബോളിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിനെ കിക്ക് ചെയ്യണം, അല്ലെ? കിക്ക് ചെയ്യണം, എന്നാലേ അത് മൂവ് ചെയ്യുള്ളൂ. അതുപോലെ ഒരു സ്റ്റോണിനെ, ഒരു കല്ലിനെ മുകളിലേക്ക് ത്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അപ്വേർഡ് പുഷ് കൊടുക്കണം, അല്ലെ? ഒരു അപ്വേർഡ് പുഷ്. അതുപോലെ എന്താണ്, ഒരു മരക്കൊമ്പിലെ ഇലകൾ ചലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കാറ്റ് വരണം, അല്ലെ? ഒരു ബ്രീസ് ഉണ്ടാവണം. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ അതേപോലെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ എന്താണ്, വളരെ വലിയൊരു കൊടുങ്കാറ്റുണ്ടാവുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേ, ആ മരങ്ങളൊക്കെ ഇങ്ങനെ അതിശക്തമായ രീതിയിൽ ആടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു ബോട്ട്, ഒരു പിന്നെ എന്താണ്, ഒഴുകുന്ന നദിയിൽ, അതായത് നല്ല ഒഴുക്കുള്ള ഒരു നദിയിൽ ഒരു ബോട്ട് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഒന്നും കൊടുക്കേണ്ട, അതെന്ത് ചെയ്യും, അങ്ങ് ഒഴുകിക്കോളും. മനസ്സിലായില്ലേ? നമ്മൾ തുഴയണ്ട, പക്ഷെ അത് ഒഴുകും. കാര്യം എന്താണ്, നദിയുടെ ഒഴുക്കിനൊപ്പം അത് ഒഴുകുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം ഈ എക്സാമ്പിളുകളിൽ നിന്ന്? എന്ത് മനസ്സിലാക്കാം? റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെ മൂവ് ചെയ്യിക്കണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം വേണം, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. എന്താണ്, ഒരിക്കൽ കൂടി പറയുകയാണ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെ മൂവ് ചെയ്യിക്കണമെങ്കിൽ ഒരു ഫോഴ്സ് വേണം, അല്ലെ? ഒരു ബലം കൊടുക്കണം. ആ ബലം ആര് കൊടുക്കണം? പുറമേ നിന്നുള്ള ഒരാൾ കൊടുക്കണം, ഒരു എക്സ്റ്റേണൽ ഏജൻസി കൊടുക്കണം. അതുപോലെ തന്നെയാണ് മോഷനിലുള്ള ഒരു വസ്തുവിനെ സ്റ്റോപ്പ് ചെയ്യിക്കണമെങ്കിലും എന്ത് വേണം? ഉരുണ്ടുരുണ്ട് വരുന്ന ഒരു ബോള്, അത് കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിപ്പോ ഒരു ബോളിനെ ഉരുട്ടി വിടുന്നു, ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ ഉരുട്ടി വിടുമ്പോൾ കുറെ കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആവും. എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ കാരണം അത് സ്റ്റോപ്പ് ആവുന്നു. എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, മറ്റൊരു ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ഇതിന്റെ മോഷനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ എന്താണ്, ടെക്സ്റ്റ് ബുക്കിലെ അതേ വാചകം ഞാൻ പറയുകയാണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ക്ലിയർലി, സം എക്സ്റ്റേണൽ ഏജൻസി ഈസ് നീഡഡ് ടു പ്രൊവൈഡ് ഫോഴ്സ് ടു മൂവ് എ ബോഡി ഫ്രം റെസ്റ്റ്. അതുപോലെ തന്നെയാണ് ലൈക്ക് വൈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. നോക്കൂ, ഇതിനകത്തുള്ള അതേ സെന്റൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. ലൈക്ക് വൈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് നീഡഡ് ഓൾസോ ടു റിട്ടാർഡ് ഓർ സ്റ്റോപ്പ് മോഷൻ. മോഷനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിലോ വേഗത കുറയ്ക്കണമെങ്കിലോ, റിട്ടാർഡ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ അർത്ഥം, എന്ത് വേണം? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. നോക്കിക്കേ, അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഉരുണ്ടു വരുന്ന ഒരു ബോളിനെ സ്റ്റോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? നോക്കൂ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു ബോൾ ഇങ്ങനെ ഉരുണ്ടു വന്നാൽ അതിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ? അതിന്റെ മോഷൻ സ്റ്റോപ്പ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം എന്താണ് ഈ എക്സാമ്പിളുകളിൽ നിന്നും?
റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെ മോഷനിലാക്കണമെങ്കിലോ മോഷനിലുള്ള ഒരു ബോഡിയെ വേഗത കുറയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ മോഷൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിലോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യം ഉണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലായത് അല്ലെ. ഒരു എക്സ്റ്റേണൽ ഏജൻസി അവിടെ പ്രവർത്തിക്കണം. ഇനി ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലെല്ലാം എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസി, ഫോഴ്സ് പ്രൊവൈഡ് ചെയ്ത എക്സ്റ്റേണൽ ഏജൻസി ഈ വസ്തുക്കളുമായി കോണ്ടാക്റ്റിലായിരുന്നു അല്ലേ. നമ്മളിപ്പോ നമ്മുടെ കാൽ ഉപയോഗിച്ച് കിക്ക് ചെയ്യുകയാണ്, അതായത് കോണ്ടാക്ട് വന്നില്ലേ അവിടെ. നമ്മുടെ കാലും ഫുട്ബോളുമായി കോണ്ടാക്ട് വന്നു. അതേപോലെ ഒരു ബോളിനെ മുകളിലേക്ക് എറിയണമെങ്കിൽ നമ്മൾ കോണ്ടാക്ട് വഴിയാണ് എറിഞ്ഞത് അല്ലേ. എന്ന് വെച്ചാൽ അപ്വേർഡ് പുഷ് നമ്മൾ കൊടുത്തു. എങ്ങനെ? കോണ്ടാക്ട് ഫോഴ്സിലൂടെ. അതുപോലെ ഈ ഉദാഹരണം നോക്കിക്കേ, ഇവിടെ ഇതിന്റെ മോഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് കോണ്ടാക്റ്റിലൂടെ അല്ലേ. അപ്പൊ ക്ലിയർലി ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലെല്ലാം എന്തുണ്ടായിരുന്നു? എക്സ്റ്റേണൽ ഏജൻസിയും ഒബ്ജക്റ്റും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഫോഴ്സ് കോണ്ടാക്റ്റിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ എപ്പോഴും കോണ്ടാക്റ്റിലൂടെ മാത്രമേ ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റൂ? ഒരിക്കലുമില്ല. അതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരു സ്റ്റോൺ നിങ്ങൾ താഴേക്ക് റിലീസ് ചെയ്യുകയാണ്. റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആയി ആരുടെ ഇൻഫ്ലുവൻസിലായിരിക്കും താഴേക്ക് വരുന്നത്? എർത്തിന്റെ ഇൻഫ്ലുവൻസിലായിരിക്കും. എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിലായിരിക്കും. നോക്കൂ, ഇതാണ് എർത്തിന്റെ സർഫസിൽ നിന്ന് നോക്കൂ, കുറച്ച് ഹൈറ്റിൽ നിന്നും ഇങ്ങനെ താഴേക്ക് എറിയുമ്പോൾ എർത്തിന്റെ സെന്ററും അല്ലെങ്കിൽ എർത്തും ഈ ബോളും തമ്മിൽ കോണ്ടാക്റ്റിലുണ്ടോ? എർത്ത് കൈകൾ കൊണ്ട് ഈ ബോളിനെ പിടിച്ചു വലിച്ചാണോ കൊണ്ടുവരുന്നത്? ഒരിക്കലും അല്ല. അപ്പോ കോണ്ടാക്റ്റിലൂടെ മാത്രമേ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് പ്രവർത്തിക്കപ്പെടൂ എന്ന് നമുക്ക് പറയാൻ പറ്റൂ? അങ്ങനെ ജനറലൈസ് ചെയ്ത് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന്റെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇത്. അതുപോലെ നോക്കൂ, നിങ്ങൾക്ക് ഒരു കാന്തമുണ്ട്, ഒരു മാഗ്നറ്റ് ഉണ്ട്, ബാർ മാഗ്നറ്റ്, അതിന്റെ നോർത്ത് പോള് സൗത്ത് പോള്. നിങ്ങൾ ഒരു അയൺ നെയിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്യും? ഈ അയൺ നെയിൽ അട്രാക്ട് ചെയ്യപ്പെട്ട് ഈ കാന്തത്തിനോട് വന്ന് ഒട്ടിപ്പിടിക്കും. അതിന് കാരണം എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഈ കാന്തവും അയൺ നെയിലും തമ്മിൽ എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടായിരുന്നോ? ഇവിടെ ഇല്ല. എന്നാലും ഫോഴ്സ് പ്രവർത്തിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്? എക്സ്റ്റേണൽ ഏജൻസി കോണ്ടാക്ട് വഴി മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മോഷനോ അല്ലെങ്കിൽ റെസ്റ്റോ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. എക്സ്റ്റേണൽ ഏജൻസി കോണ്ടാക്ട് വഴി അല്ലാതെയും പ്രവർത്തിച്ച് വസ്തുക്കളുടെ റെസ്റ്റിനെയോ മോഷനെയോ എന്ത് ചെയ്യാം? ആ സ്റ്റേറ്റിനെ എന്ത് ചെയ്യാം? മാറ്റാൻ പറ്റും. ഓക്കെ, അതാണ് മറ്റൊരു ഫാക്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, ആ ഒരു ഫാക്ട് ഇതാ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദിസ് ഷോസ് ദാറ്റ്. ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇൻട്രൊഡക്ഷൻ ഞാൻ പ്രത്യേക നോട്ട് പറയുന്നില്ല, അത് കുറച്ച് ബൾക്കാണ്, അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, ഇത് പറയുന്നത് എന്താണ്? ദിസ് ഷോസ് ദാറ്റ് എക്സ്റ്റേണൽ ഏജൻസീസ്, എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സസ്, ആ രണ്ട് എക്സാമ്പിൾ അല്ലേ നമ്മൾ നോക്കിയത്, ക്യാൻ എക്സേർട്ട് ഫോഴ്സ് ഓൺ എ ബോഡി ഈവൻ ഫ്രം എ ഡിസ്റ്റൻസ്. മനസ്സിലായില്ലേ? ഒരു ബോഡിയിൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിനോ അതിന്റെ ഇൻഫ്ലുവൻസ് എക്സേർട്ട് ചെയ്യാൻ പറ്റി. എങ്ങനെ? ഒരു ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് തന്നെ. കോണ്ടാക്റ്റിൽ വരണമെന്നില്ല. എർത്ത് അതിന്റെ കൈകൾ ഉപയോഗിച്ച് ഇതിനെ പിടിച്ച് വലിച്ചതല്ല. അതുപോലെ ഈ മാഗ്നറ്റ് അയൺ നെയിലിനെ എന്ത് ചെയ്തില്ല? മറ്റൊരു രീതിയിലും കോണ്ടാക്ട് വഴി ഇങ്ങോട്ട് അടുപ്പിച്ചതല്ല. അത് മറ്റൊരു രീതിയിലാണ് അടുപ്പിച്ചത്. എന്ന് വെച്ചാൽ കോണ്ടാക്റ്റിൽ ഇല്ലാതെ, കോണ്ടാക്ട് അല്ലാത്ത രീതിയിലാണ് എന്ത് ചെയ്തത്? എക്സ്റ്റേണൽ ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യപ്പെട്ടത്. അതാണ് ആ ഫാക്ട് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്നുകൂടി കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോ ഒന്ന് കേട്ട് നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ ഒന്ന് ഇൻട്രൊഡക്ഷൻ എഴുതുക. ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതിക്കോളൂ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ആയിട്ട് ഒന്ന് പഠിച്ചതിന് ശേഷം അടുത്ത വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. എന്താണ് പറഞ്ഞത്? ഒരു സ്റ്റേഷനറി ബോഡിയെ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെ മോഷനിലാക്കണമെങ്കിലും അതുപോലെ ഒരു മൂവിംഗ് ബോഡിയെ റെസ്റ്റിലാക്കണമെങ്കിലും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം?
ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം വേണം. എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം വേണം. എക്സ്റ്റേണൽ ഏജൻസി ബോഡിയുമായി കോണ്ടാക്റ്റിലാകാം, കോണ്ടാക്റ്റിലല്ലാതെയും ആകാം. അതാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ബോഡി യൂണിഫോമായി മൂവ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. യൂണിഫോം മോഷനാണ്. ഇപ്പോൾ ഒരു കാറ് ഒരു റോഡിലൂടെ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ സ്പീഡോമീറ്ററിൽ നോക്കുമ്പോൾ ആ സൂചി 60 km/h ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താണ്? കോൺസ്റ്റന്റ് സ്പീഡോടുകൂടി കാർ മൂവ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഒരു ബോഡി ഇങ്ങനെ ഒരു പ്ലെയിനിലൂടെ അല്ലെങ്കിൽ ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്, കോൺസ്റ്റന്റ് സ്പീഡോട് കൂടി മൂവ് ചെയ്യുകയാണ്. അപ്പോ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, ഈ ബോഡി മൂവ് ചെയ്യുകയാണല്ലോ, അങ്ങനെയാണെങ്കിൽ യൂണിഫോമായി മൂവ് ചെയ്യുകയാണെ, മറക്കരുത്, യൂണിഫോം മോഷനിലാണ്. യൂണിഫോം മോഷനിലാണ്, അതായത് കോൺസ്റ്റന്റ് സ്പീഡിലാണ്. നിങ്ങൾക്കറിയാം, ഒരു വസ്തു മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഈ യൂണിഫോമായി മൂവ് ചെയ്യുന്ന ഈ വസ്തുവിനെ മൂവ് ചെയ്യിക്കാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായം വേണ്ടേ? നോക്കൂ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇത് നോക്കൂ, ഈ ബോൾഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ ഒന്ന് വായിക്കുകയാണ്. ഈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് required to keep a body in uniform motion. യൂണിഫോം മോഷനിൽ നിലനിർത്തിക്കൊണ്ട്, യൂണിഫോം മോഷനിൽ സഞ്ചരിക്കാൻ, ഒരു ബോഡി സഞ്ചരിക്കാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യം ഉണ്ടോ? നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളുകൾ പഠിച്ചതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എക്സ്റ്റേണൽ ഫോഴ്സ് വേണം എന്നുള്ളത്. ശ്രദ്ധിക്കുക, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ എന്താണ്? റെസ്റ്റിലിരിക്കുന്ന ഒരു ഫുട്ബോളിനെ നിങ്ങൾ മൂവ് ചെയ്യിച്ചു, അതിങ്ങനെ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ മൂവ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായം ആവശ്യമുണ്ട്. റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായം ആവശ്യമുണ്ട്. ഇവിടെയുള്ള കാര്യം എന്താണ്? കോൺസ്റ്റന്റ് സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു ബോഡി അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, യൂണിഫോം മോഷനിലാണ്. ആ ബോഡിയിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പ്രവർത്തിക്കുന്നുണ്ടോ? അതിന്റെ ചലനം ഇങ്ങനെ കോൺസ്റ്റന്റ് ആയി കൊണ്ടുപോകാൻ, യൂണിഫോം സ്പീഡിൽ സഞ്ചരിപ്പിക്കാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, സഞ്ചരിക്കാൻ ആ ബോഡിയെ സഹായിക്കുന്ന എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ ഉണ്ടോ? എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമുണ്ടോ? യൂണിഫോം മോഷനിൽ ഒരു ബോഡിയെ നിലനിർത്താൻ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമുണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ കൃത്യമായി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം 1-2 തവണ കേട്ട് മനസ്സിലാക്കണം. ഇത് ഒരു രാത്രി കൊണ്ട് നമ്മൾ ചെന്നെത്തിയ റീസണിങ് അല്ല. മനുഷ്യരാശി ഒരുപാട് കൊല്ലങ്ങളെടുത്ത് ചിന്തിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ അത് വളരെ ലഘുവായിട്ടുള്ള പാരഗ്രാഫുകളായി പറഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ 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 ലോകോത്തര നിലവാരമുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണെന്നേ ഞാൻ പറയുള്ളൂ ലോസ് ഓഫ് മോഷന്റെ. അപ്പൊ നിങ്ങൾ വായിക്കാതെ പോകരുത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ മനസ്സിലിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ചിന്തിക്കുക. ഈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് റിക്വയർഡ് ടു കീപ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ. നോക്കിക്കേ, ഈ സെന്റൻസ് കണ്ടോ? The question posed above appears to be simple. Question posed above എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് റിക്വയർഡ് ടു കീപ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ. അത് സിമ്പിൾ ആയി തോന്നാം, പക്ഷേ നോക്കൂ, however it took ages to answer it. ഒരുപാട് കാലങ്ങളെടുത്തു ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞത് ഗലീലിയോയാണ് 17th സെഞ്ച്വറിയിൽ. ഓക്കെ, പിന്നെ അതിന്റെ ബേസിസിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉണ്ടായി, മോഡേൺ സയൻസ് പിറന്നു. മനസ്സിലായില്ലേ? അപ്പോ മേൽപ്പറഞ്ഞ ആ ക്വസ്റ്റ്യന് ലോകത്തിലുള്ള സിഗ്നിഫിക്കൻസ് നിങ്ങൾ മനസ്സിലാക്കണം. അത് വളരെ ലഘുവായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് തോന്നാം, പക്ഷേ വളരെ ഡീപ്പായ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. ഓക്കെ, അപ്പൊ നോക്കൂ, എന്താണ് ആ ക്വസ്റ്റ്യൻ? ഈസ് an external force required to keep a body in uniform motion. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇത് വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആയി തോന്നാം, എന്നാലും ഒരുപാട് കാലങ്ങളെടുത്തു ഇതിന് ഒരു പ്ലോസിബിൾ ആയ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ. ഓക്കെ, അപ്പൊ നോക്കൂ,
അരിസ്റ്റോട്ടിൽ ഒരു ഗ്രീക്ക് ചിന്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ റീസണിങ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു ബോഡി മൂവ് ചെയ്യുകയാണ് എങ്കിൽ അതിന്റെ പാതയിലുടനീളം, അതിന്റെ സഞ്ചാരപാതയിലുടനീളം ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമുണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ബോഡി മൂവ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ആ ബോഡി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇങ്ങനെ ഉണ്ട് എങ്കിൽ മാത്രമേ ആ ബോഡി യൂണിഫോം മോഷനിൽ അങ്ങ് പോവുകയുള്ളൂ എന്നാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തത്, വിചാരിച്ചിരുന്നത്. അദ്ദേഹം അതിനൊരു എക്സാമ്പിൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ ഒരു എക്സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നോക്കൂ, ഒരു അമ്പിൽ നിന്നും ഒരു വില്ലിൽ നിന്നും ഒരു അമ്പ് നിങ്ങൾ അയക്കുകയാണ്. ഓക്കെ, നോക്കൂ, ഒരു വില്ലിൽ നിന്നും അമ്പ് നിങ്ങൾ അയക്കുമ്പോൾ ഇങ്ങനെ പോകുന്നു അമ്പ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, എയറിലൂടെ പോകുമ്പോൾ എയർ എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആയി ഇതിനെ ഇങ്ങനെ പുഷ് ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അമ്പ് ഇങ്ങനെ പോകുന്നത് എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഈ റീസണിങ്ങിനെ ബേസ് ചെയ്ത് അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഇതെല്ലാം തെറ്റായ റീസണിങ് ആയിരുന്നു എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. അതായത് അരിസ്റ്റോട്ടിലിന്റെ ചിന്താഗതിയിൽ അല്ലെങ്കിൽ അരിസ്റ്റോട്ടിലിന്റെ ലൈൻ ഓഫ് റീസണിങ്ങിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് പ്രശ്നം? ആ പ്രശ്നം അറിയുന്നതിന് മുമ്പ് അദ്ദേഹം അപ്പൊ പറഞ്ഞ എന്താണ്, അദ്ദേഹത്തിന്റെ എന്താണ് റീസണിങ്ങിൽ എന്താണ് പറയുന്നത്, ഒരു ബോഡിയെ മോഷനിൽ നിർത്തണമെങ്കിൽ, യൂണിഫോം മോഷൻ ഇങ്ങനെ പോകണമെങ്കിൽ, ഈക്വൽ ഡിസ്റ്റൻസിന് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ആണ് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ബോഡി യൂണിഫോം മോഷനിൽ പോകണമെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യം ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പക്ഷെ തെറ്റാണ് എന്ന് പിന്നീട് നമ്മൾ പറയും, പിന്നീട് പ്രൂവ് ചെയ്തു, ഗലീലിയോ ഒക്കെ പ്രൂവ് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു, ടു കീപ് എ ബോഡി ഇൻ മോഷൻ യു നീഡ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അത് നോക്കൂ, നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ബോൾഡായിട്ട്, അരിസ്റ്റോട്ടീലിയൻ ലോ. ഇത് തെറ്റാണ് കേട്ടോ. നിങ്ങൾ അരിസ്റ്റോട്ടീലിയൻ ലോ എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് എഴുതണം. ബട്ട് ദിസ് ഇസ് റോങ്, ദിസ് റീസണിങ് ഈസ് റോങ്. എന്താണ് അദ്ദേഹത്തിന്റെ റീസണിങ്, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ റീസണിങ്? ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു കീപ് എ ബോഡി ഇൻ മോഷൻ. നോക്കൂ, അതൊരു തെറ്റിദ്ധാരണയായിരുന്നു, അതൊരു മിഥ്യാധാരണയായിരുന്നു. മിഥ്യാധാരണയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാലസി. അപ്പൊ ഇത് അരിസ്റ്റോട്ടിലിന്റെ എന്തായിരുന്നു, അരിസ്റ്റോട്ടിൽസ് ഫാലസി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ നോക്കിക്കേ, അരിസ്റ്റോട്ടിൽസ് ഫാലസി എന്തായിരുന്നു? അപ്പോ an external force is required to keep a body in uniform motion. ഇത് തെറ്റാണ് കേട്ടോ, ഇത് തെറ്റാണ്. പക്ഷെ അരിസ്റ്റോട്ടിൽസ് ഫാലസി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് എഴുതുക. According to the Greek thinker Aristotle, an external force is required to keep a body in uniform motion. അരിസ്റ്റോട്ടിലിന്റെ ഫാലസി ആയിരുന്നു, ഫാക്ട് അല്ല, സയന്റിഫിക്കലി എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട് അല്ല. ദിസ് വാസ് എ ഫാലസി, മിസ്കൺസെപ്ഷൻ, മിഥ്യാധാരണ, തെറ്റിദ്ധാരണ, ലൈൻ ഓഫ് റീസണിങ്ങിലുള്ള തെറ്റ്, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.